ഇന്ന് രാവിലെ കർമ്മ ന്യൂസ് ഒരു പോസ്റ്റർ ഇട്ടിരുന്നു. ഈ പോസ്റ്ററിന്റെ കണ്ടന്റ് ഇങ്ങനെയാണ്: BBC കാണണം, ഇന്ത്യ മുസ്ലിം വിരുദ്ധ രാജ്യമല്ല, മോദി മുസ്ലിം വിരുദ്ധനല്ല, കരുത്തനായ മുസ്ലിം രാഷ്ട്രങ്ങളൊപ്പമുള്ളപ്പോൾ ഒരു അജണ്ടയ്ക്കും മോദിയെ തൊടാനാകില്ല. കഴിഞ്ഞ ദിവസം 2 മണിക്കൂർ മോദിയെ കാണാൻ മാത്രം അൽ നഹ്യാൻ ഇന്ത്യയിൽ വന്നിരുന്നു. അങ്ങനെ ഒരു സന്ദർശനം അദ്ദേഹം നടത്തിയിരുന്നു എങ്കിൽ ഇന്ത്യ ലോക നേതാവാകുന്നു എന്നത് തള്ളിക്കളയാനാകില്ല. മോദി മുസ്ലിം വിരുദ്ധൻ എന്ന വിളികൾക്ക് ഇതിലും നല്ല മറുപടി ഉണ്ടോ എന്നതായിരുന്നു ചോദ്യം. പക്ഷേ ഇതിൻ്റെ താഴെ നിരവധി മുസ്ലിം പ്രൊഫൈലുകൾ, അങ്ങനെ തന്നെ പറയട്ടെ, മുസ്ലിം പ്രൊഫൈലുകളിൽ നിന്ന് കമൻറ്റുകൾ വരുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല, മറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തെയാണ് അൽ നഹ്യാൻ ബഹുമാനിച്ചത്. അതിന് താഴെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി കമൻസ് മറുപടികളായി വരുന്നുണ്ട്. അതിലൊരു കമൻറ്റ് ഇങ്ങനെയാണ്: ഇതിനു മുൻപും പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്, ആ പ്രധാനമന്ത്രിമാരുടെയൊക്കെ നട്ടെല്ല് വളഞ്ഞാണ് ഇരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തെ അംഗീകരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആയിരിക്കാം അദ്ദേഹം ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പരിഗണന തന്നെയായിരിക്കും ഇത്തരം സന്ദർശനങ്ങൾക്ക് പിന്നിലുള്ളത്. അത് സംശയമില്ലാതെ അത് അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ അവിടെ നരേന്ദ്രമോദി എന്ന വ്യക്തി വരേണ്ടി വന്നില്ലേ എന്ന ചോദ്യം തികച്ചും പ്രസക്തമാണ്. അത് തന്നെയാണ് ഇവിടെ പറയാൻ കർമ്മ ഉദ്ദേശിച്ചതും. ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നുപോയ ഒരു പദവി തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം. പക്ഷേ അവിടെ ഇത്രയധികം വിദേശ നേതാക്കന്മാർ ഒരേ മനസ്സോടെ ഒരു നേതാവിനെ അംഗീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചിന്തകൾക്ക് എതിരായി മതചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാലും ഏത് മതത്തിൽ നിന്നാലും അങ്ങനെ ഒരു നേതാവ് ഭാരതത്തിന് ഇനിയും ഉണ്ടാവുകയാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ ഈ പൊതുസമൂഹം മടിക്കില്ല. പക്ഷെ അത് അംഗീകരിക്കാൻ മടിക്കുന്നിടത്താണ് ഇന്ത്യയുടെ വികസനത്തിന് തടസ്സമാകുന്ന ഇത്തരം പ്രസ്താവനകൾ ധാരാളമായി ഉണ്ടാകുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ ഭാരത സന്ദർശനം വളരെ ചെറുതായിരുന്നു, വെറും 2 മണിക്കൂർ മാത്രം. പക്ഷേ അത് വിരൽ ചൂണ്ടുന്നത് ആഗോളതലത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ലഭിക്കുന്ന പ്രാധാന്യം. UAE പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ ചെന്ന് സ്വീകരിച്ചതും 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു എന്നതിന്റെ തെളിവാണ്. ഭാരതവും UAEയും തമ്മിലുള്ള വ്യാപാര, വാണിജ്യ, പ്രതിരോധ കരാറുകളായിരുന്നു ഇവരുടെ ഈ ചർച്ചയിലെ പ്രധാന കാര്യങ്ങളെങ്കിൽ കൂടിയും തന്ത്രപ്രധാനങ്ങളായ മറ്റു ചില വിഷയങ്ങളും അവിടെ ചർച്ചയായിരുന്നു. അത് പ്രധാനമായിരുന്നു എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, യമനിലെ വിമതകർക്കായി UAE നടത്തിയ ചില ഇടപെടലുകളുണ്ട്. അതിൽ സൗദി അറേബ്യ കടുത്ത എതിർപ്പുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. വിമതർക്ക് ആയുധങ്ങൾ നൽകിയതാണ് സൗദിയെ ചൊടിപ്പിച്ചത്. എന്നാൽ അത്തരമൊരു കപ്പൽ സൗദി ബോംബിട്ട് തകർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശം അവസ്ഥയിലാണ്. അവിടെ ഇന്ത്യക്കാണ് ഒരു മുൻതൂക്കമുള്ളത്. അവിടെ ബന്ധം മെച്ചപ്പെടുത്താനും പ്രശ്നം പരിഹരിക്കാനുമുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് 2 രാജ്യങ്ങൾക്കും ഒരുപോലെ വേണ്ടപ്പെട്ട, ഒരുപോലെ 2 രാജ്യങ്ങളും കാണുന്ന നരേന്ദ്രമോദി എന്ന, നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒപ്പം ഭാരതത്തെ സമീപിച്ചത് എന്ന് തന്നെ മനസ്സിലാക്കണം. ഏഷ്യൻ മേഖലയിൽ മാത്രമല്ല, ലോകമെങ്ങും ഭാരതത്തിന് ലഭിക്കുന്ന വലിയ പ്രാധാന്യവും സമാധാനത്തിന്റെ വക്താവ് എന്ന ഖ്യാതിയും അത് ഓരോ ദിവസവും കൂടുകയാണ്. മുൻകൂട്ടി തീരുമാനിക്കുക പോലും ചെയ്യാതെ UAE പ്രസിഡന്റിനെ പോലെയുള്ള ഒരാൾ ഭാരതത്തിൽ എത്തുകയും മോദിക്കൊപ്പം 2 മണിക്കൂർ ചെലവിടുകയും അതും അവരൊരുമിച്ചൊരു കാർ യാത്ര ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സൗദിയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് നാറ്റോ മാതൃകയിൽ സൈനിക സഖ്യം ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് നല്ല ഒരു സൂചനയല്ല. UAE അടക്കം ഗൾഫിലെ മറ്റൊരു രാജ്യവും ഇതിലില്ല. ഇപ്പോൾ ശത്രുപക്ഷത്തുള്ള സൗദി ഈ സഖ്യത്തിലുള്ളത് UAEക്ക് ഭീഷണിയാണ്. ഇറാനും US തമ്മിലുള്ള പോരും ഗാസയിലെ വഷളാകുന്ന പ്രശ്നങ്ങളും എല്ലാം പശ്ചിമേഷ്യൻ മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധികളാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചർച്ചകൾ നടന്നോ എന്ന് ഇതുവരെ വിശദീകരണങ്ങൾ വന്നിട്ടില്ല, സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ 2030 ഉഭയകക്ഷി വ്യാപാരം $20,000 കോടി എത്തിക്കാൻ ഉതകുന്ന വിവിധ കരാറുകൾ, ഈ കരാറുകളിൽ ഭാരതവും UAEയും ഒപ്പിട്ടിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുക, ഭാരതത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ UAEക്ക് കൂടുതൽ പങ്കാളിത്തം ലഭ്യമാക്കുക, ഗുജറാത്തിൽ ഫസ്റ്റ് അബുദാബി ബാങ്ക്, DP വേൾഡ് എന്നിവയുടെ ഓഫീസുകൾ
തുറക്കുക, ഇതൊക്കെ ആ ലക്ഷ്യങ്ങളിൽ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നതാണ്. ഒപ്പം ആണവ സാങ്കേതിക വിദ്യ, AI എന്നിവയിൽ സഹകരണം ശക്തമാക്കുക, കരാറുകളിൽ ഉള്ളത് ഇതൊക്കെ തന്നെയാണ്. പ്രതിരോധ രംഗത്ത് സഹകരണം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 2028 മുതൽ വെറും 10 വർഷം കൊണ്ട് UAE അത്നോക് ഗ്യാസിൽ നിന്നും 0.5 മില്യൺ മെട്രിക് ടൺ പ്രകൃതിവാതകം വാങ്ങാനും ഭാരതം തീരുമാനിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ HPCL ആകും ഇത് വാങ്ങുക. ഡിജിറ്റൽ എംബസികൾ 2 രാജ്യങ്ങളിലും സ്ഥാപിക്കുമെന്നും അറിയുന്നു. കരാറുകൾ 2 രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ 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 പ്രധാനമാണ്. മാത്രമല്ല, മാസങ്ങൾക്ക് മുൻപ് UAEയും ഭാരതവും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറും ഒപ്പിട്ടിരുന്നു. ആ ഒരു കരാർ വഴി ഭാരതത്തിൽ നിന്ന് 99%, ശ്രദ്ധിക്കണം, 99% വസ്തുക്കളും തീരുവയില്ലാതെ UAEയിൽ വിൽക്കാം. 10 വർഷത്തിനിടെ അൽ നഹ്യാൻ നടത്തുന്ന 5ാമത്തെ ഭാരത സന്ദർശനം, അതും ഒരു ചെറിയ കാര്യമല്ല. UAE പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ 3ാമത്തെ ഔദ്യോഗിക ഭാരത സന്ദർശനം കൂടിയാണിത്. ഇനി പറയൂ, നട്ടെല്ല് വളയാത്ത നരേന്ദ്രമോദി എന്ന വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ആ സ്ഥാനത്ത് വരുമ്പോൾ അവിടെ വ്യക്തിക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രധാനമന്ത്രി പദവിക്കാണോ? ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.